ഞങ്ങൾ നേരെ നന്ദി ഹിൽസിലേക്കാണ് പോണത്. ഇവിടെ നല്ല കാടും നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് തണുപ്പുള്ള ടൈമാണ് പോകുന്നത്. കയറുമ്പോൾ കോട അങ്ങ് നിറഞ്ഞു വരുമായിരുന്നു. കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാനിങ്ങനെ കോട നിറഞ്ഞ സ്ഥലങ്ങളിലൊന്നും അങ്ങനെ പോയിട്ടില്ല. കല്ലും ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ അവനും എനിക്കും പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മരങ്ങളുടെ ഇടയിൽ ഇങ്ങനെ മഞ്ഞൊക്കെ തങ്ങി നിൽക്കുന്നത് എനിക്കൊരു ഭയങ്കര പുതിയൊരു കാഴ്ചയായതുകൊണ്ടാണ് ഞാൻ ആ ഒരു ക്യൂരിയോസിറ്റിയിലാണ് എടുത്തത്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ട്രാഫിക്കും കാര്യങ്ങളും ആയിരുന്നു. അങ്ങോട്ട് കയറാൻ തന്നെ പറ്റിയിരുന്നില്ല. ഭയങ്കര ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ കയറിയത്. പിന്നെ അവിടെ കാടിനിടയിൽ കൂടെയുള്ള സ്റ്റെപ്പുകളും കുറേ മരങ്ങളും ചെടികളും ഭയങ്കര ഒരു മലയുടെ ഒരു കുന്നു പോലെയായിരുന്നു. കയറി ആകെ തന്നെ മടുത്തു. പിന്നെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒത്തിരി മനുഷ്യന്മാരെ കണ്ടത്. ഇത് വെള്ളം ഒഴുകി പാറയിൽ അങ്ങനെ വിണ്ട് വന്ന് കിടക്കുന്ന പാടായിരുന്നു. എല്ലാവരും റെസ്റ്റ് എടുക്കുകയും കയറി വന്നതിൻ്റെ ഒരു ക്ഷീണത്തിൽ എല്ലാവരും റെസ്റ്റ് ചെയ്യുന്നതാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ വെള്ളം ഒഴുകി നല്ലോണം ഈ പാറകളിലൊക്കെ നല്ലോണം പാട് വന്നിട്ടുണ്ട്. മഴ സമയത്ത് വെള്ളം ഒലിച്ചിറങ്ങുന്നത് നിങ്ങൾക്ക് കണ്ടറിയാം. മൊത്തം കോട നിറഞ്ഞ് നമുക്ക് അങ്ങകലെ നിൽക്കുന്ന ആളുകളെ ഒന്നും ശരിക്കും കാണാൻ പറ്റില്ല. ഒത്തിരി ആളുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നെ നന്ദി ഹിൽസിന് ഹൈപ്പ് കൊടുക്കാൻ പാകത്തിനുണ്ടോയെന്നും അറിയില്ല. ഞാൻ ഒരു മല അതില് നിറയെ മഞ്ഞ് നിൽക്കുന്നു. പിന്നെ ഇതിന്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 6 മണിക്ക് മുന്നേ എത്തിക്കഴിഞ്ഞാല് നല്ല സൺറൈസ് കാണാന്ന് പറയണ്ടേ. എനിക്ക് സൺറൈസ് മിസ്സായിരുന്നു. എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു കാണാന്. പിന്നെ കല്ലു കയറി അവനങ്ങനെ അത്ര മല കയറുന്നതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല. അവൻ്റെതായ ഒരു ക്ഷീണവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടൈമിൽ നല്ല മഞ്ഞ് കയറി നമുക്ക് നല്ലോണം തണുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്തൊന്നും ഒരു കടമാളില്ല, മലയുടെ മുകളല്ലേ. പിന്നെ അത്യാവശ്യം എല്ലാവരും റെസ്റ്റ് എടുക്കുന്നുണ്ട്. അല്ലാതെ വേറെ ഒന്നും അതിന്റെ മുകളിലില്ല. സൺറൈസ് എനിക്ക് മിസ്സാവുകയും ചെയ്തു. അതിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉഷാറായി. നമ്മുടെ കയറി വന്ന ആ ക്ഷീണവും കാര്യങ്ങളൊക്കെ. പിന്നെ അവൻ ഓരോ പൂക്കളൊക്കെ പറിച്ച് അതിലേതില് ഓടി നടന്ന് കളിയായിരുന്നു. അവന് പുതിയൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ എന്ന് കരുതി മാത്രമാണ് നമ്മൾ നന്ദി ഹിൽസിൽ വന്നത്. എല്ലാവരും പറയും ബാംഗ്ലൂരിലുള്ള ആളാണെങ്കിൽ നമ്മൾ നന്ദി ഹിൽസ് എന്തായാലും കണ്ടിരിക്കണം, മസ്റ്റ് വിസിറ്റ് പ്ലേസിലൊന്നാണെന്നാണ് പറയുക. കൂടുതലും പ്രായം ചെറിയ ആളുകളാണ് വന്നത്. ഫാമിലിയൊക്കെ അധികവും കുറവായിരുന്നു. എന്നാലും എല്ലാവരും കുറേ അധികം ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലധികം ആൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നിരുന്നു. ചിലപ്പോൾ അതിന്റെ സീസൺ ടൈം ആയതുകൊണ്ടായിരിക്കും ഇത്രയും കോട കയറിയിരിക്കുന്നൊരു സ്ഥലം ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഞാൻ നാട്ടിലായിരിക്കുമ്പോഴും ഞാൻ എങ്ങും പോയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കല്ലുൻ്റെയും. പിന്നെ വീഡിയോയിൽ കാണിക്കാത്ത ഒരു കാര്യം ഞാൻ എടുത്തു പറയാനുള്ളത്, നമ്മൾ ഇവിടുന്ന് താഴ്വാരത്തിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി കഴിക്കുകയാണെങ്കിൽ ഒടുക്കത്തെ വിലയുമാണ്. അതുകൊണ്ട് ഞാനിതിലൊരു ഇൻഫർമേഷൻ പോലെ പറയാണ്. പിന്നെ കല്ലു അവിടെ കുറേ നേരം ഇരുന്ന് മഞ്ഞൊക്കെ കണ്ടു. പിന്നെ നല്ല ജലദോഷം, ഇപ്പോഴേ നല്ല ജലദോഷമുണ്ട്. കാരണം ഇത്രയും കോടമഞ്ഞായിരുന്നു അവിടെ. ഇതിന്റെ മുകളിൽ തന്നെ ഒരു അമ്പലമുണ്ട്. പിന്നെ കല്ലു എന്നെ ഒത്തിരി നടക്കാനൊക്കെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ സഹായിക്കാനും എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ആ താളത്തിനൊത്തങ്ങ് നിന്ന് കൊടുക്കും. അവൻ്റെ ഒരു സന്തോഷം, ഹാപ്പിനെസ്, അതിനു വേണ്ടിയാണല്ലോ വന്നത്. പിന്നെ ഞങ്ങൾ ഇത്തിരി എൻജോയ് ചെയ്തു. കൂടുതൽ ഈ മരങ്ങള്, വനങ്ങള്, പിന്നെ അതേപോലെ കാടുകള്, പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊരു വിസിറ്റ് ചെയ്യാൻ പറ്റിയ പ്ലേസ് ആണ്. കാരണം നല്ല വനത്തിന്റെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോയത്. ഇത്രയും മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു ബെസ്റ്റ് പ്ലേസ് തന്നെയാണ്. പക്ഷെ മുകളിലേക്ക് ഭയങ്കര തണുപ്പാണ്. നല്ല കോട നിറഞ്ഞു നിൽക്കുന്ന ഒരിടമാണ്. താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. മരങ്ങളുണ്ട്. കല്ലു ഒത്തിരി എൻജോയ് ചെയ്താണ് നടക്കുന്നത്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല നന്ദി ഹിൽസിലേക്ക്. പിന്നെ ബാംഗ്ലൂരിൽ നിന്നുള്ള എല്ലാ ആളുകളും വിസിറ്റ് ചെയ്യാൻ വരുന്ന ഒരു വിസിറ്റിംഗ് പ്ലേസ് ആണിത്. പിന്നെ അവിടെ ഒരു ചെറിയ കുളം ഉണ്ടായിരുന്നു. ആ കുളം ഞാൻ അവനെ കാട്ടിക്കൊടുക്കാണ്. അവന് വലിയ താല്പര്യമൊന്നുമില്ല ആ കുളമൊന്നും. അവന് ഒത്തിരി നടക്കുമ്പോൾ അവന് ഭയങ്കരമായിട്ട് ബോറടിക്കാൻ തുടങ്ങും. അതവൻ്റെ ഒരു ക്യാരക്ടറാണ്. പിന്നെ ഇവിടെ ഈ നല്ല മഴ ടൈം ആയതുകൂടി തന്നെ ചെളിയും അഴുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല മഴ പെയ്തിരിക്കുന്ന സമയമാണ്. നിങ്ങൾ ഈ കാണുന്ന
ഈ ഒരു കുളം എന്താണെന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല തണുപ്പുള്ളത് കൊണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അന്വേഷിക്കാൻ നിന്നില്ല. മൊത്തത്തില് കോട അങ്ങ് നിറഞ്ഞിട്ട് നല്ല തണുപ്പിലാണ് ഞങ്ങൾ നിന്നിരുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ ആദ്യമായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാവും, എന്നാലും ഞാൻ എൻജോയ് ഒക്കെ ചെയ്തു. ഇത്തരത്തിലുള്ള മഞ്ഞ് കാര്യങ്ങൾക്ക് കോട നിറഞ്ഞു തൊട്ട സ്ഥലത്തൊക്കെ ഞാൻ ആദ്യമായിട്ടാണ്. പിന്നെ കല്ലുൻ്റെ മുഖം കണ്ടിട്ട് അവനും എൻജോയ് ചെയ്ത മാതിരി തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് പൂ പറിച്ച് എനിക്ക് ഐ ലവ് യു പറയുന്നത് പുള്ളിയുടെ ഒരു ഹോബിയാണ്. എവിടെ പൂ കണ്ടാലും അത് പറിച്ച് എനിക്ക് കൊണ്ടുവന്ന് തരും. അത് അവന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്കും അത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഇവിടെ നമ്മൾക്ക് മുകളിലേക്ക് കയറാനും വ്യൂ എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു പ്ലേസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ അത് കാണാനായിട്ടാണ് പിന്നീട് പോയത്. അവിടെ ഞങ്ങൾ ചെന്ന ടൈമിൽ അത്ര കംപ്ലീറ്റഡ് ആയിരുന്നില്ല. ചില സ്ഥലങ്ങളിലൊക്കെ പൊട്ടിയൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ പറയണൊന്നും ശ്രദ്ധിക്കാതെ, എൻ്റെ കൈയൊന്നും പിടിക്കാതെ എനിക്കെല്ലാം അറിയാം എന്നുള്ള ലെവലിലാണ് കല്ല് നടന്നു പോണത്. പിന്നെ അവനോട് പറഞ്ഞാലും അവന് അത്രയൊക്കെ ചെറിയ പ്രായമായതുകൊണ്ട് തന്നെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ പൊക്കത്തിനനുസരിച്ചിട്ടുള്ള ചുറ്റും കെട്ടി വെച്ചേക്കുന്ന അവൻ്റെ പൊക്കത്തിനനുസരിച്ചുള്ളത് തന്നെയായിരുന്നു. പിന്നെ കയറുന്ന അടുത്ത് കുറച്ച് വഴുക്കലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ കോട തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും വെള്ളം മാതിരി ചെളി മാതിരി വെള്ളം മാതിരി ഉള്ളത് എന്നാണ് എനിക്ക് തോന്നണത്. എല്ലാവരും ഭയങ്കര എൻജോയ്മെന്റിൽ ഫോട്ടോ എടുക്കലും ഇതിലെ നടക്കലും കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം നിറഞ്ഞ സ്ഥലമായിരുന്നു. അത് മരങ്ങൾക്കിടയിൽ കോട തങ്ങി നിൽക്കും വെള്ള കളറായിരുന്നു. എല്ലാവരെയും പൊതിഞ്ഞിട്ടായിരുന്നു കോട ഉണ്ടായിരുന്നത്. ഇത്ര അധികം കോട ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പോരാത്തതിന് ആ മരങ്ങളും മരങ്ങൾ കാണാൻ കറുത്തിട്ടായിരുന്നു ഉണ്ടായിരുന്നു. കറുപ്പ് മരങ്ങൾക്കിടയിൽ കൂടി നല്ല വെള്ള മഞ്ഞായിരുന്നു. എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നെ ഇങ്ങനത്തെ പ്രകൃതി സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് തന്നെയാണ്. കൂടുതൽ പ്രതീക്ഷിച്ച് വരരുത്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കാൻ പറ്റിയ ഒരിടം അത്രയേ ഉള്ളൂ. പിന്നെ വിസിറ്റിംഗ് ചാർജും കുറവ് തന്നെയാണ്. പിന്നെ പാർക്കിംഗ് ഫീയും കുറവ് തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇറങ്ങിയപ്പോൾ എനിക്ക് ഒരു സമാധാന ഫീലാണ് ഉണ്ടായിരുന്നത്. കാരണം എനിക്കിത്ര മഞ്ഞ് അത്ര പറ്റുന്നതല്ല. ശ്വാസം മുട്ടല് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ എനിക്കത്ര കംഫർട്ടബിൾ അല്ല മഞ്ഞ്. എന്നിരുന്നാലും ഞാനും കല്ലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഹാപ്പി, കല്ലു ഹാപ്പി.